ദേവു ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രധാന മെമ്പറാണ്. ആദ്യം ദേവും അതുപോലെ തന്നെ ബീനയും കൂടിയിട്ടാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. ദേവു അഡ്മിൻ പാനലിലേക്ക് വരുന്നില്ല എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അഡ്മിൻ പാനൽ വരാതിരുന്നത്. അതുകൊണ്ട് മാത്രമല്ല ദേവു ഈ നമ്മൾ പറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ആശംസ പറഞ്ഞു. അത് നന്ദി, നമസ്കാരം. ഇനി നമുക്ക് ആരെങ്കിലും ആശംസ പറയാൻ ചുരുങ്ങിയ സമയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആരുണ്ടെങ്കിൽ പറയാം. ഞാൻ ആരെങ്കിലും പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം, വളരെ കുറഞ്ഞ സമയം. നാസി പ്രിയ സഹപാഠികളെ, ഗുഡ് ഈവനിങ്. ഇങ്ങനെ വരാത്ത വണ്ണം പോയ ഒരു നല്ല നാളുകളുടെ ഓർമ്മയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. 15-16 വയസ്സ് നമ്മളിവിടെ നമ്മുടെ കൗമാരകാലം സ്വപ്നം കണ്ട് നടന്ന ഈ വരാതകളിലാണ്. തീർച്ചയായിട്ടും ആ ഓർമ്മകൾ ഇന്നും നമ്മളെ അല്ലാതെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ഒരു സാധാരണഗതിയിലൊരു കൂട്ടായ്മ രൂപീകരിച്ച് അതിനൊരു ഒത്തുചേരൽ സംഘടിപ്പിച്ചാൽ ഒരുപാട് ശ്രമം നടത്തിയാൽ പോലും ഇത്രയും ആളുകൾ വരില്ല. ഇപ്പോൾ വാസ്തവത്തിൽ നമ്മൾ പ്രതീക്ഷയേക്കാളും 85 മറ്റാണ് രജിസ്റ്റർ ചെയ്തത്. അതിലും കൂടുതൽ ആളുകൾ 100 മേലക്ക് ആളുകൾ വന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആ കുട്ടിക്കാലമുണ്ട്. ആ കുട്ടിക്കാലം നമ്മൾ എന്താ പറയുക ഓമനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളത് പറഞ്ഞാൽ എല്ലാവരും ചില അവശതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഒത്തുചേർന്നത്. ജഗത് സിംഗിൻ്റെ ഒരു ഗസലുണ്ട്, ഏ ശോരത്ത് പിള്ളയിലും ഈ ദൗലത്ത് പിള്ളയിലും കാണാനറിയില്ലാത്തതുകൊണ്ട് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എൻ്റെ പദവിയും സമ്പത്തും എന്നുള്ള എല്ലാം നിലനിർത്തോളും, പകരം എനിക്ക് എൻ്റെ കുട്ടിക്കാലം തിരിച്ചു തരൂ, ആ മഴക്കാലം തിരിച്ചു തരൂ, മഴ തരൂ, ആ കടലാസ് വായിച്ച് എനിക്ക് തിരിച്ചു തരൂ. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റും. നമ്മൾ ആഗ്രഹിക്കാം, നമുക്ക് മനസ്സ് ചെറുപ്പമാക്കി നന്മയുടെ വ്യക്താക്കളായ ഇസങ്ങളില്ലാതെ ഒരു ചരടിൽ ചേർത്ത് ചന്ദ്രനും ജോർജും ഗൗരിയും നാസിയും എല്ലാം ഒരു ചരടിൽ കോർത്ത പൂക്കളായി നമ്മുടെ മരണം വരെ, ചന്ദ്രൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മരണത്തോടെ ഈ കൂട്ടായ്മ അവസാനിക്കാം. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയുടെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഇപ്പോൾ നമ്മൾ വൈദ്യവേളയിലാണ് ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. പ്രകാശമായിരിക്കാൻ ഈ കൂട്ടായ്മയുടെ പ്രകാശമായിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിനെല്ലാവർക്കും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യവും ദീർഘായുസ്സും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയഹിന്ദ്. പരിചയപ്പെടാം, അതിനുള്ള സമയമാണ്. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് വന്ന് ജസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃഷ്ണൻപാലി മോഹൻ വളരെ കുറഞ്ഞ സമയമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇത് ആശംസകൾ പറയാൻ വേണ്ടി വിളിച്ചതാണെന്നുണ്ടെങ്കിലും ആശംസകൾ എനിക്ക് ഇതിനുവേണ്ടി ഇത്രയും ബുദ്ധിമുട്ടി ഒന്നും വേണ്ട. ഇപ്പം നിങ്ങൾ ആദ്യം മുതലേ നമ്മളുടെ ഇത് വിട്ടുപോയ അധ്യാപകരുടെ ലിസ്റ്റ്, വിദ്യാർത്ഥികളുടെ ലിസ്റ്റ്, ഇതെല്ലാം നല്ലൊരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാനുള്ളത് വെറുതെ ഒരു പേര് ചെയ്യാം. പക്ഷേ കുറച്ച് ഓർഡറിൽ അതെല്ലാം ചെയ്ത് എല്ലാം ഇത്രയും ഡാറ്റ കളക്ട് ചെയ്ത് ആ ഹോംവർക്ക് ചെയ്തതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ആദ്യം തന്നെ നന്ദി പറയുന്നത്. അവർക്ക് എല്ലാവർക്കും നമ്മൾ കൈയ്യടി എല്ലാവരും കൂടി കൊടുക്കും. ആശംസ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നിന് കാര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസ പറയാനൊന്നുമില്ല. എല്ലാവരും ഒരേ വഞ്ചിയിലുള്ള ആളുകളാണ്. പക്ഷേ എങ്കിലും ഇപ്പം നമ്മൾ ഈ വരും കാര്യങ്ങളെ പറ്റി ഇപ്പം പലരും സൂചിപ്പിച്ചു.
പല ഗ്രൂപ്പുകളും പല തരത്തിലും തുടങ്ങി. ഇപ്പോൾ നമ്മുടെ തന്നെ മറ്റേ കോളേജിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഒപ്പമുള്ള ആളുകളുടെ ഇതൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്താ വെച്ചെങ്കിൽ പല ആളുകളുടെയും പല ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ നമ്മൾ റേഡിയോയിൽ വെക്കുന്നവരെ ആ പ്രത്യേക ഫ്രീക്വൻസിയിൽ വന്നാൽ നമുക്ക് പാട്ട് കേൾക്കും. നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ കാലത്ത് നമ്മളുടെ തമാശകളും നമ്മളുടെ അനുഭവങ്ങളും നമുക്ക് പങ്കുവയ്ക്കാനുള്ളതും അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്രീക്വൻസിയിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു പഴയ വന്നേരി സ്കൂളിൽ നമ്മൾ പഠിച്ചിരുന്ന പോലെ ഇപ്പോൾ ഞാനൊക്കെ രാമരാജൻ എന്നാ വന്നു. ഞങ്ങളുടെ രാമരാജക്കാർ കുറവുണ്ട്. രാമരാജത്തെ പാട്ടുകാരൻ്റെ ഇരിക്കുന്നു സുജീന്ദ്രൻ, പാട്ട് പഠിപ്പിച്ചോണ്ടെന്ന് പോകാനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഈ കൂട്ടായ്മയ്ക്ക് 1% പോലും ബലക്ഷയം വരാതെ എല്ലാവരും ഇതിൻ്റെ 10 മടങ്ങ് ആ ഒരു എന്താ പറയുക നമ്മളുടെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന പോലെ വെച്ചുകൊണ്ട് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു കൃഷ്ണപാൽ, വളരെ നന്ദി. ഇനി വനിതകളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടാകും? ജസ്റ്റ് എന്തെങ്കിലും പറയാൻ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. ആരുണ്ടാ? അവിടെ റംല ടീച്ചറൊന്നുമില്ല. വരും. ഇത് കഴിഞ്ഞ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും വല്ല പാട്ടോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാടാനുള്ള അവസരം പരിചയപ്പെടാം. ഇതാണ് പ്രധാനപ്പെട്ട ആചരണപ്പെട്ട കാര്യം. നമ്മൾ പരിചയപ്പെടലാണ്. ഇതൊക്കെ ചെറിയൊരു ഔപചാരികത മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിചയപ്പെടാം. അപ്പോൾ ഇത് കഴിയട്ടെ. ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞാൽ പണിയെടുക്കണോട്ടോ, ചായ കുടിക്കുന്ന സമയം 40 മിനിറ്റ് ആവുമ്പോഴേക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീട് ഞാൻ സ്കൂളിലേക്ക് വന്നിരുന്നത് പയ്യന്നൂരിലാണ്. എൻ്റെ വീട് അവിടെ ആയിരുന്നു. ഇപ്പം കല്യാണം കഴിച്ചു കൊണ്ടുപോയത് വടക്കാഞ്ചേരിക്കാണ്. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ ഗ്രൂപ്പിൽ പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ആരും അറിയില്ല, കാണുമ്പോഴല്ല. പിന്നെ ഇവിടുന്ന് പഠിച്ച് പോയി. പിന്നെ സ്കൂളിലെ ടീച്ചറായിരുന്നു. പിന്നെ ആദ്യം തന്നെ ഞാൻ ഇവിടുന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് ഇപ്പോഴാണ്. ഞാൻ അതുവരെ വണ്ടിയിൽ കാലുകുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പ്രായത്തിൽ ഇവിടെ കുറേ പേര് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചവരുണ്ടൊക്കെ കൂടെ. രാമരാജൻ ഇവിടെ അല്ലെ, പിന്നെ 8ൽ നിന്ന് ഇവിടെ മാത്രം പഠിച്ച കുട്ടികളുണ്ട്. പക്ഷെ ആ പ്രായത്തിൽ നമുക്ക് 9 വയസ്സും 15 വയസ്സിൻ്റെ ഇടയിലൊരു പ്രായമാണ്. അത് ഒരു നിഷ്കളങ്കമായ പ്രായമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓരോരുത്തരും പല പ്രാരാബ്ദങ്ങളിലേക്ക് പോയി. പിന്നെ കണ്ടുമുട്ടുന്ന ഇവിടുന്ന് പോകുമ്പോൾ എത്ര കാലം കഴിഞ്ഞ് കണ്ടുമുട്ടുന്ന നമുക്കൊരു പരീക്ഷയില്ല. ഇപ്പോഴും കണ്ടുമുട്ടും നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വരെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഓരോരുത്തരെയും ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്നെ ചന്ദ്രനാണ് വിളിച്ചതായിരുന്നു. അതല്ലേ അങ്ങനെ ആദ്യം ഞാൻ 2 മിസ്സിൽ കണ്ടു. എനിക്കൊരു സ്വഭാവമുണ്ട്, മിസ്സിൽ കണ്ടാൽ ഞാൻ വിളിക്കാറില്ല. തിരിച്ചു വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല. പിന്നെ അല്ല, ഞാൻ സത്യം പറയുന്നത് നിസ്കരിക്കുമായിരുന്നു. 2 കോൾ വന്നു. ആ സമയത്ത് മോള് വിളിക്കാറുണ്ട്. അല്ല, ഞാൻ കറക്റ്റ് പറയാം. അപ്പോൾ 3ാമത്തെ കോൾ വന്നപ്പോൾ മോളായിരുന്നു. അപ്പോൾ ഞാൻ വർത്താനൊക്കെ വന്ന് വീണ്ടും മൊബൈൽ നോക്കിയപ്പോൾ 2 മിസ്സിലുണ്ട്. പിന്നെ വാട്സപ്പ് നോക്കിയപ്പോൾ ചന്ദ്രൻ്റെ വീട്. അപ്പോൾ ചന്ദ്രൻ വോയിസ് കേട്ടപ്പോൾ അതിലെ റാബിയെ വിളിച്ചിരുന്നു, കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ തിരിച്ചു വിളിച്ചു. ചന്ദ്രനാണെങ്കിൽ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ തിരിച്ചു വിളിച്ചു. അല്ലെങ്കിൽ ഞാൻ മിസ്സിൽ കണ്ടാൽ തിരിച്ചു വിളിച്ചു, കാരണം ആരാണെന്ന് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞത് നമ്പർ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ട് എന്നിട്ടാണ് കിട്ടിയത്. നമ്മളോട് ചോദിച്ചു, പിന്നെ വേറെ ആൾക്കാരൊക്കെ ചോദിച്ച് വിളിച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, നമ്മൾക്ക് ഇനി ആരുടെയും നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് തരണം. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ആ ഒരു നെറ്റ്വർക്കിൽ കൂടെ ആയിരിക്കും ഇവർ ഓരോരുത്തരും നമ്പർ കളക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നോട് പറഞ്ഞ അതേപോലെ തന്നെ ഓരോരുത്തരെ വിളിക്കുമ്പോഴും
പിന്നെ ഞാൻ കുറച്ച് പരിചയമുള്ള നമ്പറൊന്നും എനിക്കറിയില്ല, കുറച്ച് പരിചയമുള്ള പേരുകളൊക്കെ ഞാൻ ചന്ദ്രന് വിട്ടുകൊടുത്തു. അങ്ങനെ ആ ഒരു നമ്മളെ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഗ്രൂപ്പിൻ്റെ പാനലിൻ്റെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഞാൻ എൻ്റെ പേരിലും ഗ്രൂപ്പിൻ്റെ പേരിലും ആദ്യം തന്നെ നന്ദി പറയാണ്. അത് മറന്നു പോയിച്ചിട്ട് തന്നെ ആദ്യം തന്നെ നന്ദി പറയുന്നത്. പിന്നെ ഇവിടെ പഠിക്കുമ്പോഴുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ പറഞ്ഞ പാട്ടിൻ്റെ കാര്യം ഞാനൊക്കെ ഉദ്ദേശിച്ചു വരാറില്ല. അതാണ് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കില്ല, അവിടെ പോയി നിൽക്കണ്ട, അവര് ചീത്ത പറയാം. അപ്പോൾ പറയരുത്, പറഞ്ഞയക്കില്ല. അപ്പോൾ ഇന്ന് വരാറില്ല. പിന്നെ സുജീതന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു രാമദാസ് സ്കൂളിൽ. ഇവിടെ ടീച്ചേഴ്സിനായിട്ട് കൂടുതൽ അടുപ്പുള്ളത് ബേബി ടീച്ചറായിരുന്നു 8ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ ശാന്ത ടീച്ചറായിരുന്നു, 10ൽ ലക്ഷ്മി ടീച്ചറായിരുന്നു. ശാന്ത ടീച്ചർ അവരേറ്റവും നല്ല അടുപ്പായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിൽ പോകുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെല്ലാവരോടും ചോദിച്ചു നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം കുട്ടികളെ ചോദിച്ചു. ശാന്ത ടീച്ചറാണ് ചോദിച്ചത്. അപ്പോൾ ഓരോരുത്തരും ടീച്ചറാവണം, നേഴ്സാവണം, അതാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മിണ്ടാണ്ടിരിക്കാം. ഞാൻ 2ാമത്തെ ബെഞ്ചിൽ തുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പം എന്നോട് ടീച്ചറാക്കിലേക്കൊന്നും പറയാതെ എൻ്റെ മിണ്ടാണ്ടിരിക്കും. എന്താവുന്ന അറിയില്ല ടീച്ചറായതുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ആവുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ടീച്ചറെ കണ്ടിട്ടില്ല. പിന്നെ ടീച്ചർമാരുടെ ഞാൻ കാണാറ് ഇവിടുന്ന് കഴിഞ്ഞ് പൊന്നാനി MSലാണ് ഡിഗ്രിക്ക് ചേർന്ന്, ഡിഗ്രിക്ക് അവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയാൽ നമ്മുടെ ബേബി ടീച്ചർ, ജാനി ടീച്ചർ, അങ്ങനെ പഴമക്കും ആൾത്തർക്കുള്ളവരൊക്കെ നടക്കുകയാണ് അന്ന് പതിവ്. അവരൊക്കെ ഉണ്ടാവും. അവർ കണ്ടാൽ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പോഴാണ് അവരോടൊക്കെ മിണ്ടുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ ടീച്ചർമാരോട് മിണ്ടില്ല, ആകെ ഭോജ്യമാഷോട് മിണ്ടും, ശാന്ത ടീച്ചറോട് മിണ്ടും. ഭോജ്യമാഷ ക്ലാസ്സിൽ എന്നും പറയും ഈ പെൺകുട്ടികളോടൊന്നും പറയാൻ പറ്റില്ല, അവര് എന്തെങ്കിലും പറഞ്ഞു അപ്പം മുച്ചുമ്മ കയറുന്നു. അങ്ങനെ ഞങ്ങൾ 10 പഠിക്കുന്നത് മാഷ് മോഹമെന്ന് വിളിക്കും. അപ്പൊ മാഷ് വന്നിട്ട് ഇത് പറഞ്ഞു ഞങ്ങളെന്നല്ല മാഷാണ് ഓമ കയറി ഞങ്ങൾ തിരിച്ചങ്ങോട്ട്. അങ്ങനെ ഒരു അടുപ്പാണ് അവർക്ക്. പിന്നെ ഞങ്ങൾ സൂറ ടീച്ചർ ഞാൻ ജോലി കിട്ടിയതിന് ശേഷം മമ്മിയോട് വെച്ച് കണ്ടപ്പോൾ എനിക്ക് ബസ് വരാൻ കുറച്ച് ഗ്യാപ്പുണ്ട്, ഓപ്പോസിറ്റാണ്. അപ്പോൾ ഓടി ചെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ടീച്ചർ വീട് കാണിച്ചു. അപ്പം ഞാൻ മമ്മിയോട് ഇറങ്ങിയിട്ട് പിന്നെ ആനക്കോട്ട വഴി ഒരു വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ 10-15 ടീച്ചർമാരും കൂടി ഒരു വണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. മറ്റേ മല്ലാട് വഴി പറഞ്ഞു കൂടി എത്തിയ ഇടയ്ക്ക് ഭയങ്കര ഷോർട്ട് കട്ടാണ്. അപ്പം അങ്ങനെയാണ് പോകുക. അപ്പോൾ കുട്ടികളുടെ ഞാൻ നേരത്തെ എത്തിയ ബസ് സ്റ്റോപ്പിൽ എത്തിയാൽ ടീച്ചർ റിട്ടയർമെൻറ്റിന് ശേഷം എന്നും ഒരു 5 മിനിറ്റ് ബാക്കിയുണ്ടോ ഞാൻ ടീച്ചറടുത്ത് പോയി സംസാരിക്കും. ഇന്നലെ ഞാൻ ടീച്ചറെ വിളിച്ചു. അങ്ങനെ ടീച്ചറായിട്ട് ഭയങ്കര കോൺടാക്റ്റാണ്. ഞാൻ ടീച്ചർ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അങ്ങനെയാണ് സ്കൂളിലെ അനുഭവങ്ങൾ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരുടെ മുഖം കണ്ടിട്ടുണ്ടെങ്കിലും പരിചയമല്ല, വേറെ ക്ലാസ്സായ കാരണം. പിന്നെ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയതിന് ശേഷമാണ്. അത് കല്യാണം കഴിച്ച് വടക്കാഞ്ചേരിക്കാണ്. അപ്പോൾ വടക്കാഞ്ചേരിന്നാണ് ഞാൻ അധികം സ്കൂളിലേക്ക് വരുന്നത്. കുട്ടികൾ ചെറിയ കുട്ടികളാകുമ്പോൾ മാത്രമേ എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. പിന്നെ ഒക്കെ അവിടെ വരാറ്. അപ്പം എന്താ വെച്ചാൽ ഈ ഭാഗത്തുള്ള അടുപ്പൊക്കെ കുറവായിട്ട് ഒരു വീട്ടിലേക്ക് വരിക തന്നെ ഒരു മിന്നൽ പര്യടനം മാത്രമേ ഉള്ളൂ. അപ്പോൾ പഴയ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ മറന്നു പോകും. ഫോട്ടോ ആണെങ്കിൽ നഷ്ടപ്പെട്ടു. പിന്നെ ആളെ പറയും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോയുടെ പകുതി കയറി. ഞാൻ ഇവര് പകുതി പറഞ്ഞു. പിന്നെ ചന്ദ്രനൊക്കെ ഗ്രൂപ്പിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് കൃത്യമായിട്ട് എല്ലാവരും. കുറേയൊക്കെ മനസ്സിൽ പഴയ കുട്ടികളൊക്കെ ഒന്ന് പിടിയിട്ടുണ്ട്. ഇപ്പം ഈ ഗ്രൂപ്പ് നമ്മളെല്ലാവരും അപ്പോൾ പിന്നെ ഗ്രൂപ്പായതിനൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം. എല്ലാവരും കാണാൻ പറ്റി. ഇപ്പം ഇന്ന് ഞാൻ ഇറങ്ങുമ്പോഴും രീതിയൊക്കെ വിളിച്ചു നമ്മളെ വരില്ലേ, നമുക്ക് കാണാൻ പറ്റില്ലേ. കാരണം ഇനി ഒരു പ്രാവശ്യം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളെ ആയുസ് നമ്മളെ ഇല്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അത് നിൽക്കാം. അപ്പം അതുകൊണ്ട് ആണ് ഇത്രയും ദൂരത്തുനിന്ന് ഞാൻ എന്തായാലും വരണം എന്ന് വെച്ചാൽ എല്ലാവരും കാണണം എന്നൊക്കെ വിചാരിച്ചത്. ഇനി നമുക്ക് ഇതുപോലെ നമ്മളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലോ പിറ്റത്തെ കൊല്ലമൊക്കെ കൂടാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്